ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്യാൻ പോകുന്ന ഒരു അൺബോക്സിംഗ് ആണ്. ഒരു അൺബോക്സിംഗ് അല്ല, രണ്ട് അൺബോക്സിംഗ്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിയൻസിൽ പലർക്ക് ഈ വാഹനങ്ങളോട് വളരെ പ്രിയം ഉണ്ടാവും. ഒന്നാമത് ചിലർക്ക് ബൈക്കിനോടായിരിക്കും, ചിലർക്ക് കാറിനോടായിരിക്കും. അപ്പോൾ അത്തരക്കാർക്കുള്ള ഒരു അൺബോക്സിംഗ് ആണെന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ അൺബോക്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു LED ബൾബാണ്. അതായത് നമ്മളുടെ ഹെഡ്ലാമ്പ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു LED ബൾബ്. രണ്ടാമത് ഒരു GPS ട്രാക്കറാണ്. നമ്മളുടെ വാഹനം എങ്ങോട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നതിനൊക്കെ അറിയാൻ പറ്റിയ ഒരു GPS ട്രാക്കറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രോഡക്റ്റ് അൺബോക്സിങ് ചെയ്യണ കൂടെ തന്നെ നമ്മൾ ഗിവ് അവേ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഗിവ് അവേയിൽ പങ്കെടുക്കുക എങ്ങനെയാണെന്നുള്ളത് നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് ആ രണ്ട് അൺബോക്സിങ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. നമുക്ക് ആദ്യം തന്നെ ഈ ഹെഡ്ലൈറ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നൈറ്റൈൻ്റെ ഓട്ടോ ലൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഹെഡ്ലൈറ്റാണുള്ളത്. ഇതിൻ്റെ H11 മോഡലാണ് നമുക്ക് തന്നത്. ഈ H11 മോഡൽ എന്ന് പറയുന്നത് നമുക്ക് കാറിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ H4 എന്ന് പറഞ്ഞ മോഡലാണ് നമുക്ക് ബൈക്കിന് ഉപയോഗിക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻ എഴുതി കാണാം. കുറേ ചൈനീസിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. അതിന് പുറമെ അതിൽ 6500K എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ടെമ്പറേച്ചറാണ്. അതുപോലെ തന്നെ അതിൻ്റെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡ് എടുത്ത് നോക്കിയാൽ അവിടെ മാനുഫാക്ചർ, പ്രോഡക്റ്റ് സൈറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവരുടെ മാനുഫാക്ചറിൻ്റെ ഇൻഫർമേഷനാണ് തരുന്നത്. അതുപോലെ തന്നെ ഒരു QR കോഡ് ഉണ്ട്. അവരുടെ മറ്റ് പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു QR കോഡാണ്. ഇനി നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ കൂടെ കിട്ടുന്ന പോലെ തന്നെ ഒരു യൂസർ മാനുവലാണ് ഇവിടെ കിട്ടുന്നത്. ഈ യൂസർ മാനുവലിൽ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ, ഇൻപുട്ട് പവർ, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, ലൂമിനസ് ഫ്ലക്സ്, IP റേറ്റ്, അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊന്ന് കറക്റ്റ് വായിച്ച് നോക്കുക. ഇനി ഇതാണ് നമ്മളുടെ നൈറ്റ് വിഷൻ്റെ ലൈറ്റ്. നമ്മളുടെ ഹെഡ്ലൈറ്റ് ആയിട്ട് വരുന്നത് ഇതാണ്. അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് മാറ്റി നോക്കാം. ഇതിലൊരു പെയർ ലൈറ്റാണ് വരുന്നത്. നമുക്ക് ഈ ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. നൈറ്റൈൻ്റെ ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ഒരു LED ഒരു വശത്തും മറ്റൊരു LED മറുവശത്തും കാണാൻ സാധിക്കും. ഇത് ഏകദേശം 35 വാട്ടിൻ്റെ ഒരു ഹെഡ്ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിലായിട്ട് ഒരു ഫാൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കൂളിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ഫാൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ സോക്കറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇവിടെ വരുന്ന ഒരു 2 പിൻ സോക്കറ്റാണ്. സാധാരണ ബൈക്കിലൊക്കെ വരുന്നത് 3 പിന്നാണ്. അതുകൊണ്ട് തന്നെ H11 മോഡലായതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 പിന്ന് വരുന്നത്. നമ്മളുടെ ബൈക്കിനൊക്കെ ഫിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ H4 മോഡൽ മേടിക്കുക. അതാകുമ്പോൾ 3 പിന്നായിരിക്കും. അതാണ് നമ്മളുടെ ബൈക്കിനൊക്കെ ഉള്ളത്. കൂടാതെ നമ്മൾക്ക് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ആക്കാൻ സാധിക്കില്ല. അത് കാറിന് ആയതുകൊണ്ടാണ് അങ്ങനെ. നമ്മൾ H4 മോഡലാക്കുകയാണെങ്കിൽ നമുക്ക് ഡിമ്മും ബ്രൈറ്റും ആക്കാൻ സാധിക്കും. സാധാരണ ഒരു ബൈക്കിൽ വരുന്ന ഹെഡ്ലൈറ്റിൻ്റെ അതേ ഉപയോഗം തന്നെയായിരിക്കും ഇത്. പക്ഷേ ഇതിന് നല്ല ബ്രൈറ്റ് കളറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ടെസ്റ്റിങ്ങും ഇതൊക്കെ ഞാൻ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് GPS ട്രാക്കർ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് GPS ട്രാക്കർ അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ഇപ്പോൾ GPS ട്രാക്കർ അൺബോക്സ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവരുടെ ഒരു ക്വാളിഫൈഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഇത് തന്നെയാണ് നമ്മളുടെ വാറണ്ടി കാർഡും. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ക്വിക്ക് ഗൈഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു യൂസർ മാനുവലുണ്ട്. അപ്പോൾ ഇതെങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യിക്കേണ്ടതും ഇതിൻ്റെ സോഫ്റ്റ്വെയർ എങ്ങനെയാണ്, ആൻഡ്രോയിഡിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യാമെന്നും iOSൽ എങ്ങനെ കണക്ട് ചെയ്യാമെന്നൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇനി കൂടാതെ തന്നെ നമുക്കൊരു സ്റ്റിക്കർ കിട്ടും. ഇത് സ്റ്റിക്കർ എന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയുടെ മേലെ ഒട്ടിച്ച് വെക്കാനാണ് ഈ GPS ട്രാക്കർ. ഇത് ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും നമുക്ക് പശ കാണാം. അപ്പോൾ ഒരു സൈഡിൽ ഈ GPS ട്രാക്കർ വെക്കുക, അടുത്ത സൈഡിൽ ഇത് ഒട്ടിക്കുകയും ചെയ്യുക. അപ്പോൾ അതിനാണിത്. ഇതാണ്. കൂടാതെ ഒരു സ്ക്രൂ ഡ്രൈവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് സ്ക്രൂ ഡ്രൈവർ. ഇതാണ് നമ്മളുടെ GPS ട്രാക്കർ. ഇവിടെ സിം എഴുതി കാണാം. അതുപോലെ തന്നെ ID കാണാം. കൂടാതെ ചൈനീസിൽ എന്തോ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എങ്ങനെയാണ് സിം ഇടാമെന്ന് നോക്കാം. സിം ഇടാനായിട്ട് ആദ്യമായിട്ട് ഈ 2 സ്ക്രൂ അഴിക്കണം.
അപ്പോൾ നിങ്ങൾക്ക് അത് അഴിച്ചു കഴിഞ്ഞാൽ സിം ഇടാനുള്ള സ്ലോട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ സിം ഇടുക. സിം ഇടുമ്പോൾ പ്രത്യേകം കാര്യം ആലോചിക്കാനുള്ളത്, ഇത് 2G മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2G സപ്പോർട്ടഡ് സിം മാത്രം ഇടുക. നമ്മളുടെ ജിയോ സിം ഒന്നും ഇട്ടാൽ ഇതിൽ വർക്കാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ തന്നെ നിങ്ങൾ എന്തായാലും ആ സിമ്മിൽ ഒരു SMS പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിരിക്കണം. കാരണം നമുക്ക് മൊബൈലിലേക്ക് SMS വരുന്നതൊക്കെ ഈ പ്ലാൻ ഉപയോഗിച്ചിട്ടായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ 3 കണക്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ബ്ലാക്കും റെഡും നമ്മൾ ബാറ്ററിയിലേക്കാണ് കൊടുക്കുക. ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് റെഡും നെഗറ്റീവിലേക്ക് ബ്ലാക്കും കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് ഓറഞ്ച് ഒരു വയർ കാണാൻ സാധിക്കും. ഇത് നമ്മളുടെ എഞ്ചിനിലേക്ക് പോകുന്ന ഒരു കണക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് കണക്ഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 2 പ്രൊഡക്റ്റിൻ്റെയും എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്ത ഒരു LED ഹെഡ്ലൈറ്റ് ആണ്. ഈ LED ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വെളിച്ചം തന്നെയാണ് നമുക്ക് തരുന്നത്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് ലൈറ്റ് തന്നെയാണ് ഇത് തരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ അൺബോക്സ് ചെയ്തത് GPS ട്രാക്കറാണ്. ഈ GPS ട്രാക്കർ നമുക്ക് മെയിനായിട്ട് ഉപയോഗം വരിക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി മോഷണം പോവുക, അല്ലാതെ നമ്മളുടെ വണ്ടി ആരെങ്കിലും എടുത്തു കൊണ്ടുപോയാൽ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് മൊബൈലിൽ കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. ഇത് നമുക്ക് SMS വഴിയും അല്ലാതെ അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ ഗുണം. ഇനി എങ്ങനെയാണ് നമുക്കിത് ഗിവ് അവേയിൽ പങ്കെടുക്കുക എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ എനിക്കിത് അയച്ചു തന്നത് banggood.com ആണ്. അപ്പോൾ അവരുടെ സൈറ്റിലൊന്ന് കയറുക. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു സ്പെസിഫിക്കേഷൻ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ. Beep beep.